വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന സണ്ണി ഡിയോളിൻ്റെ ഇക്ക എന്ന ഹിന്ദി മൂവി റിലീസായിരിക്കുകയാണ്. ഇതൊരു മാസ് എൻ്റർടൈനറാണോ അതോ കോർട്ട് റൂമിൽ വെച്ച് നടക്കുന്ന ഡ്രാമയാണോ എന്നതിൻ്റെ സത്യസന്ധമായ വിശദീകരണമാണ് ഈ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും പി ടി വിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കാദ്യം കഥയെക്കുറിച്ച് ചെറിയൊരു ഓവർവ്യൂ നോക്കാം. സിനിമ ഒരു ശക്തമായ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ ജീവിതത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ യാത്രയും അവൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ ഫലങ്ങളും സിനിമയിൽ വളരെ സിമ്പിളായിട്ടും പ്രഭാവകരമായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നു. വലിയ ട്വിസ്റ്റുകളൊന്നുമില്ലെങ്കിലും കഥ പറഞ്ഞ രീതിയാണ് സിനിമയുടെ പ്രധാന ശക്തി. കഥാപാത്രത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് സണ്ണി ഡിയോളാണ്. രാജീവ് മെഹ്ത എന്ന സത്യസന്ധനായ വക്കീലിൻ്റെ കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോർട്ട് റൂമിൽ ജയിക്കുന്നവനല്ല, ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നവൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു സൂപ്പർ ബ്രെയിൻ പ്ലസ് പവർ കോംബോ എന്നുകൂടി വിശേഷിപ്പിക്കാം. വില്ലനായി അഭിനയിച്ചിരിക്കുന്നത് പ്രശസ്ത നടൻ അക്ഷയ് ഖന്നയാണ്. ഇദ്ദേഹത്തിൻ്റെ നടത്തത്തിലും ഭാവത്തിലും ഒരു കൂൾ വില്ലൻ്റെ വൈബ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോർട്ട് റൂമിൽ ഒരു എൻട്രി ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് കൊടുക്കുന്ന BGMവും വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ലോയറാണ്. ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് തിലോത്തമ ഷോം എന്ന് പറഞ്ഞ നടിയാണ്. മധുര ബാനർജി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഈ കഥാപാത്രത്തെ പറയുകയാണെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മ ബട്ട് വക്കീലാണ്, പക്ഷേ മൈൻഡ് ഗെയിം കളിക്കുന്നവൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വളരെ സിമ്പിളാണ്, റിയലിസ്റ്റിക്കാണ്, ബട്ട് പവർഫുള്ളാണ്. അഭിനയത്തിലേക്ക് വന്നാൽ പ്രധാന കഥാപാത്രം വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ സീനുകളിൽ നാച്ചുറലായ അഭിനയമാണ് ശ്രദ്ധേയമായത്. സപ്പോർട്ടിംഗ് കാസ്റ്റും അവരുടെ കഥാപാത്രങ്ങൾക്ക് ന്യായം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്ഷൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ സംവിധായകൻ കഥയെ വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സീൻസൊന്നും ഇല്ലാണ്ട് വളരെ സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡ് എന്ന രീതിയിൽ കഥ പറയുന്ന ഒരു രീതിയാണ് എടുത്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ കുറച്ചൊരു ലാഗ് തോന്നാമെങ്കിലും അത് സിനിമയെ ബാധിക്കുന്നില്ല. നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി വളരെ നല്ലതാണ്. വിഷ്വൽ വളരെ സിമ്പിളായും വളരെ പ്ലീസിംഗ് ആയും എടുത്തിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സീനിനോട് വളരെ സിങ്ക്രണൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. സിനിമയുടെ പ്ലസ് പോയിൻറ്റിലേക്ക് വന്നാൽ ഒരു നാച്ചുറലായ ആക്ടിങ്, സിമ്പിൾ ആൻഡ് റിലേറ്റബിൾ സ്റ്റോറി, ക്ലീൻ ആയിട്ടുള്ള അവതരണം. ചില മൈനസ് പോയിൻറ്റുകൾ പറയുകയാണെങ്കിൽ ചില ഇടങ്ങളിൽ നമുക്ക് വളരെ ഒരു സ്ലോ ആയിട്ട് തോന്നും. സണ്ണി ഡിയോളിൻ്റെ ഫാൻസിന് ചിലപ്പോൾ ഒരു നിരാശ സമ്മാനിക്കാം. കാരണം കൂടുതൽ മാസ് രംഗങ്ങളൊന്നും ഈ ചിത്രത്തിലില്ല. കൂടുതൽ ഡെപ്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഈ ചിത്രം ഒരു നിരാശയായിരിക്കും സമ്മാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇക്ക ഒരു ലൗഡ് മാസ് എൻ്റർടൈനറല്ല, പക്ഷേ സിമ്പിൾ, ഇമോഷണൽ, റിയലിസ്റ്റിക്, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും.